യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനം നമുക്ക് നന്മകൾ അനുഭവിക്കാൻ ഇടവരുത്തും. ബൈബിളൊരു വാക്യമുണ്ട്, നിനക്ക് നന്മ വരും. പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഈ തിങ്കളാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരോടും ആദ്യമേ പറയുന്നൊരു വാക്ക് ഇങ്ങനെ പറയുവാണ്: പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന നിങ്ങൾക്ക് നന്മ വരും, ഐശ്വര്യം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ഇന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ തിങ്കളാഴ്ച ദിവസം ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഒരു വീട്ടിലെ കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പോലെയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് മനുഷ്യർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഈ കൂട്ടായ്മയെ ഓർത്ത് നന്ദി പറയാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ ദിവസം കർത്താവ്, ഈ ദിവസം ഇവർക്കൊരു അനുഗ്രഹമാകണമേ. വചനം കേൾക്കാൻ അനേകരെ ഒരുക്കുന്നതിന് നന്ദി. ഈ വചനം കേൾക്കുന്നതിലൂടെ ഇവരുടെ മനസ്സിൽ ദൈവാനുഗ്രഹങ്ങൾ, പ്രതീക്ഷ എല്ലാം കൊടുക്കുന്നതിന് നന്ദി. പ്രസംഗിക്കുന്നത് ഞാനാണെങ്കിലും പ്രവർത്തിക്കുന്നത് ദൈവമാണ്, ഇടപെടുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. ഈ ശുശ്രൂഷ അങ്ങയുടേതാണ്, ഈ ശബ്ദം അങ്ങയുടേതാണ്, ഈ ജനം അങ്ങയുടേതാണ്, എല്ലാം അങ്ങയുടേതാണ്. ഞങ്ങൾ വെറും നിമിത്തങ്ങൾ മാത്രമാണ്. ഞങ്ങളെല്ലാവരും സാധാരണ മനുഷ്യരാണ്, കുറവുള്ള വെറും പച്ചയായ കുറേ മനുഷ്യരാണ്. ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കണമേ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ നിസ്സാരരാണ്. ഞങ്ങൾ ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല. ഞങ്ങൾ പാപികളും ബലഹീനരും നിസ്സഹാരവുമായ മനുഷ്യരാണ്. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ. തലമുറകളെ സഹായിക്കണമേ. എല്ലാത്തിൻ്റെ മേലും ദൈവാനുഗ്രഹത്തെ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഈ വചനം ഇന്ന് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം. ഈ 13-ാം അധ്യായത്തിൽ അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ അബ്രാഹത്തിൻ്റെ കൂടെ ലോത്തും ഉണ്ട്. ലോത്ത് ഇച്ചിരി ബുദ്ധിമാനാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മുടെ വേലക്കാരും ജോലിക്കാരും തമ്മിൽ ഇച്ചിരിച്ചേ വഴക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് രണ്ടായി നിൽക്കാം, നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നീ പൊക്കൊള്ളുക. അപ്പം ലോത്ത് ഇച്ചിരി ബുദ്ധിമാനായതുകൊണ്ട് സമതല പ്രദേശം, ചങ്കായ സ്ഥലം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണായ സ്ഥലം, ഇച്ചിരി തന്ത്രപരമായി എടുത്തുകൊണ്ട് പോയി. ഇത് അബ്രാഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു, അബ്രാഹത്തെ ഇച്ചിരി വേദനിപ്പിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്നു. വായിക്കാം അത്. 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജോർദാൻ്റെ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ട് അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. 11-ാമത്തെ വാക്യം. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു, അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു, അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. ലോത്തോട്ട് മനസാക്ഷിയൊന്നും കാണിച്ചില്ല. നല്ല ഭൂമി, നല്ല വളമുള്ളത്, വെള്ളമുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇത് അബ്രാഹത്തെ വിഷമിപ്പിച്ചു എന്ന് എനിക്കെങ്ങനെയാണ് മനസ്സിലായെന്നറിയാവോ? 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക, നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്ക് തരും. അവിടെ ഒരു വാക്കുണ്ടേ, തല ഉയർത്തി. അപ്പം എങ്ങനെ ഇരിക്കുന്ന ഒരു രീതി, എങ്ങനെയായി അബ്രാഹാം ഇരുന്നേ? തല താഴ്ത്തിയിരിക്കുന്നതുകൊണ്ടാണല്ലോ അബ്രഹാമിനോട് പറഞ്ഞേ, നീ തല ഉയർത്തി നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിനകത്തൊരു കാര്യം പറയുക, നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. സത്യസന്ധമായി ദൈവത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, സത്യമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള, ദൈവപദ്ധതിയുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ച് വേറൊരാൾക്ക് ഉയരാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ നിങ്ങൾ എടുക്കാവൂ. സത്യസന്ധമായി ദൈവത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന,
ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന, അനുസരിക്കുന്ന, നമ്മളെ പറ്റിക്കാൻ നോക്കും. ലോത്ത് അങ്ങനൊന്നും അല്ലല്ലോ ചെയ്യണ്ടേ. ലോത്ത് ആ സമതല പ്രദേശം നല്ല സ്ഥലം, ഒരു ഭാഗം അബ്രാഹത്തിന് ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് അതിനകത്തൊരു നീതി കാണിക്കണമായിരുന്നു. ലോത്ത് അതൊന്നും നോക്കിയില്ല. അബ്രാഹത്തിന് വിഷമമുണ്ടോ, ടെൻഷനുണ്ടോ, പുള്ളിയുടെ കാര്യം മാത്രം നോക്കി അങ്ങ് പോയി. കൂടെ നിന്നയാളാണ്, അത് അബ്രാഹത്തെ വേദനിപ്പിച്ച് കാണും. അതുകൊണ്ട് അബ്രാഹത്തോട് ദൈവം പറഞ്ഞേ, നീ തല ഉയർത്തി നോക്ക്, 4 വശത്തേക്ക് നോക്കിക്കോ, ഈ നീ കാണുന്നതൊക്കെ നോക്കുന്നതൊക്കെ നിനക്ക് ഞാൻ തരും. ഇവിടെ അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, പ്രാർത്ഥനയിൽ സത്യസന്ധമായി പ്രാർത്ഥനയിൽ നിൽക്കുന്ന, നല്ല മനസ്സോടെ നിൽക്കുന്ന, ആരെയും വിഷമിപ്പിക്കാനോ ചതിക്കാനോ ഒന്നും പോകാത്ത നല്ലൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിൽക്കുന്ന, വചനത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് വേറൊരാൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എങ്ങനെ മനസ്സിലായി? ലോത്ത് ഈ അബ്രാഹത്തെ ഇച്ചിരി വിഷമിപ്പിച്ച് സ്ഥലമായിട്ട് പോയി. രക്ഷപ്പെട്ടോ? കയ്യിലുള്ളത് മുഴുവൻ പോയി. 14-ാം അധ്യായം 12-ാമത്തെ വാക്യം നോക്കി. സോദോമിൽ പാർത്തിരുന്ന അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചോണ്ട് പോയി. മൊത്തം പോയി. രക്ഷപ്പെടാൻ പോയ പോക്കാണ്. വേറൊരാളെ വിഷമിപ്പിച്ചും വേറൊരാളെ വേദനിപ്പിച്ചും വേറൊരാളിൽ നിന്ന് പിടിച്ചു പറിച്ചും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന ഒരാളെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച്, അല്ലെ ആ വചനത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട് വേറൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അടുത്തൊരു കാര്യമുണ്ട്. ഈ ലോത്ത് പിന്നെ വലിയൊരു നഷ്ടം അനുഭവിച്ചു. അവസാനം അബ്രാഹമിൻ്റെ സഹായം ചോദിച്ചു വരേണ്ടി വന്നു. പ്രാർത്ഥിക്കുന്ന നമ്മളെ ഇന്ന് പലർക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ പലരും നാളെ ഒരു സമയത്ത് നമ്മളോട് സഹായം ചോദിച്ചു വരും, നമ്മുടെ സഹായം തേടി വരും. പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന, ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്നാന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന പലരും, കളിയാക്കുന്ന പലരും, വിമർശിക്കുന്ന പലരും നിങ്ങളോട് സഹായം ചോദിച്ചു വരും. പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഹായം ആവശ്യമായി വരും പലർക്കും. കാരണം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ച്, രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രഹാമിനെ വിവരമറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിൻ്റെയും അനേറിൻ്റെയും സഹോദരൻ മാമ്ര എന്ന അമോര്യൻ്റെ ഓക്കുമരത്തിനടുത്താണ് അബ്രഹാം താമസിച്ചിരുന്നത്. സഹോദരൻ തടവുകാരനാക്കപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ 388 പേരോടൊപ്പം 318 പേരോടൊപ്പം അബ്രഹാം ദാൻ വരെ അവരെ പിന്തുടർന്നു. എന്തിനാ? രക്ഷപ്പെട്ടോടി വന്നൊരു ഹെബ്രായൻ സഹായം ചോദിച്ചു വന്നു. ലോത്തിന് ഇനി മുന്നോട്ട് നീങ്ങാൻ, പിടിച്ചു നിൽക്കാൻ വചനം കേട്ട അബ്രഹാമിൻ്റെ സഹായം ആവശ്യമായി വന്നു. പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഹായം പലർക്കും നാളുകളിൽ ആവശ്യമായി വരും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത് അനുഭവമല്ലേ? ഇന്ന് പലർക്കും പ്രാർത്ഥിക്കുന്നവരെ വേണ്ട, വചനം കേൾക്കുന്നവരെ പുച്ഛമാണ്, അല്ലെങ്കിൽ കളിയാക്കും, വിമർശിക്കും. നാളെ ഒരു സമയത്തുണ്ടല്ല, അവർ നമ്മളോടായിരിക്കും പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത്, നമ്മളോടായിരിക്കും ചിലപ്പോൾ സാമ്പത്തിക സഹായം ചോദിക്കുന്നത്, നമ്മളോടായിരിക്കും ഒന്ന് തരാവോ എന്ന് ചോദിക്കുന്നത്, ഒന്ന് ആ വാഹനം തരുമോ, ഒന്ന് ഇങ്ങനെ കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളോട് സഹായം ചോദിച്ചു വരും. പ്രാർത്ഥിക്കുന്നവൻ്റെ സഹായം നാളെ ഒരു സമയത്ത് നമ്മുടെ സഹായം പലർക്കും വേണ്ടി വരും. പലരും നമ്മളോട് സഹായം ചോദിക്കും. സഹായം ആ വിധത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒന്ന്, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ തല ഉയർത്ത്, തല താഴ്ത്തിയൊന്നിരിക്കണ്ട. തരാൻ കഴിവുള്ള ദൈവം സ്വർഗത്തിലുണ്ട്. പോയതിൻ്റെ 4 ഇരട്ടി തരാൻ നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റും. അതാ ദൈവം പറഞ്ഞേ, നീ 4 വശത്തേക്ക് നോക്ക്, നീ കാണുന്നതൊക്കെ ഞാൻ തരുമെന്ന്. പ്രിയപ്പെട്ടവർ, ഇന്ന് വചനം കേൾക്കുമ്പോൾ ഇതെത്രമാത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക്, നിങ്ങളിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുവാണ്, പിടികിട്ടിയെന്ന് മനസ്സിലാവുകയാണ്. അബ്രാഹത്തിൻ്റെ സമ്പത്ത്, ലോത്ത് സമതല പ്രദേശം, വെള്ളമുള്ള, ജലപുഷ്ടിയുള്ള, വളക്കൂറുള്ള മണ്ണെല്ലാം പുള്ളിയുടെ സ്വന്തമാക്കി. അതിൽ അബ്രാഹാം വേദനിച്ചു. ലോത്ത് അതുകൊണ്ട് രക്ഷപ്പെട്ടോ? ദൈവത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥനയിൽ നിൽക്കുന്ന, ദൈവവചനത്തിൽ നിൽക്കുന്ന ഒരുവനെ, സത്യസന്ധമായി നിൽക്കുന്ന ഒരുവനെ വേദനിപ്പിച്ച്, കുഞ്ഞെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, നിനക്കുള്ളതും കൂടെ പോവും,
നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളിന്ന് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ വേണം. ഇതെന്താ മനസ്സിലാക്കുന്നറിയോ? ദൈവവചനം കേൾക്കുന്ന, ദൈവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എത്ര ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരാളെ, ദൈവവചനം കേൾക്കുന്ന ഒരാളെ, അതനുസരിക്കുന്ന ഒരാളെ, പ്രാർത്ഥിക്കുന്ന ഒരാളെ സ്വർഗം എത്ര വിലയുള്ളതായി ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, എവിടെയുമാകട്ടെ, നിങ്ങളെ സ്വർഗം കാണുന്നത് വിലയുള്ളവരായിട്ടാണ്, ഗൗരവത്തോടെയാണ്. ഇത് പണിയില്ലാത്തവരുടെ പണിയായിട്ടല്ല, നേരം പോക്കായിട്ടല്ല. നിങ്ങളെ ദൈവം വിലയുള്ളവരായി എണ്ണുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധിക്കുന്നു. നഷ്ടപ്പെട്ടോ, എന്തേലും ചതിയിലൂടെ നഷ്ടപ്പെട്ടോ, 4 ഇരട്ടിയായി ദൈവം നിന്നെ തന്ന് അത് അനുഗ്രഹിച്ചിരിക്കും. പ്രാർത്ഥിക്കുവാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഈ വെള്ളിയാഴ്ച 3-ാം വെള്ളിയാഴ്ചയാണ്. 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണമുള്ള ദിവസമാണ്. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വരാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതായിരിക്കട്ടെ. ആരെയും നിർബന്ധിച്ചോ ആരെയും കൂട്ടിക്കൊണ്ട് വരണ്ട. നിങ്ങളുടെ മനസ്സ് ദൈവം തോന്നിപ്പിക്കുന്നെങ്കിൽ മാത്രമാണ് പ്രാർത്ഥനയിൽ വരേണ്ടത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു കാര്യമാണ്. അത് ദൈവ നിയോഗമാണ്. അനേകരെ ദൈവം ഈ ആലയത്തിൽ കൊണ്ടുവന്ന് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കണ്ണും കാതും ഹൃദയവുമുള്ള സ്ഥലമാണിത്. ദൈവത്തിൻ്റെ കണ്ണും കാതും ഹൃദയവുമുള്ള ഒരു ആലയമായത്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും ഹൃദയവും ജാഗരൂകതയോടെ ഇരിക്കുന്നു എന്നാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ, യാത്രകളിലുണ്ടായിരിക്കട്ടെ, തീരുമാനങ്ങളിലുണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഞങ്ങൾക്ക് നൽകണമേ. ദൈവവചനത്തിൽ നിലനിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിക്കാൻ ഇടവരണമേ. കൂട്ടായ്മ വർദ്ധിക്കാൻ ഇടവരണമേ. കർത്താവ്, ഈ വചനം അനേകരോട് സംസാരിക്കണമേ. ഈ വചനത്തിൻ്റെ വെളിച്ചം അനേക ഹൃദയങ്ങളിൽ ബോധ്യമായി തീരട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ. ഒരു ദോഷവും വരാതെ കാക്കണമേ. ഒരു തിന്മയും വരാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഒരു അനർത്ഥവും വരാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗം എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. അസൂയയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, സ്വാർത്ഥതയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. സമാധാനമുള്ളൊരു അന്തരീക്ഷം ഞങ്ങൾക്ക് നൽകണമേ. പരീക്ഷയിൽ നിന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. രാജ്യങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു, ഒരു ദോഷവും വരാതെ കാക്കണമേ. ഇന്ന് പുതിയതായി വചനം കേൾക്കാൻ അനേകർ ഇടയാകണമേ. വചനം കേൾക്കുന്നവരിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളോട് സംസാരിക്കട്ടെ. ഈ വചനത്തിലൂടെ അനേകർ ദൈവത്തെ അറിയാൻ ഇടവരട്ടെ. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണണം. ഒത്തിരി ആളുകൾ 5:30 ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ലക്ഷത്തോളം ആളുകൾ, കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൈകുന്നേരം 7 മണിക്കത്തെ പ്രാർത്ഥന സാധ്യമായ ഓരോരുത്തരും പങ്കെടുക്കുക. പിള്ളേരുടെ പരീക്ഷയ്ക്ക് ഒരുക്കമായ പ്രാർത്ഥനയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ. ആമേൻ.